വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ ഗൈസ്. ഞാൻ വൈകുന്നേരത്തെ കൂടെയൊക്കെ കഴിഞ്ഞത് വെളിയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എനിക്കൊരു ക്രേവിങ്സ്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മഴ പെയ്ത് കാണിച്ചില്ല. ഇപ്പം ഏകദേശമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ. എനിക്ക് ചെറിയതായിട്ടൊരു ക്രേവിങ്സ്, ഒരു മസാല ദോശ കഴിക്കാൻ. അപ്പം ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ മസാല ദോശ വാങ്ങിച്ചിട്ട് വരുമോ? ഉറപ്പൊന്നുമില്ല വാങ്ങിച്ചിട്ട് വരുമോയെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. വാങ്ങിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടും, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വാങ്ങിച്ചിട്ട് വരുവാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും. എന്തായാലും നമുക്ക് അച്ഛൻ വരുമ്പോൾ നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിക്കും. അച്ഛൻ വരുന്നുണ്ട് ഗൈസ്. ടുഡേ ഈസ് അച്ഛൻ്റെ ബർത്ത്ഡേ. അച്ഛൻ നമുക്ക് മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ അച്ഛൻ്റെ മസാലദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ചെറിയൊരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനത് സാധിച്ചു തന്നല്ലോ. അത് പിന്നെ പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഗൈസ്. എന്ത് വേണമെന്ന് പറഞ്ഞാലും അച്ഛനെ കൊണ്ട് പറ്റുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അച്ഛനത് വാങ്ങിയിട്ട് വരും. അപ്പോൾ അത് കിട്ടുന്നൊരു ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട് ഗൈസ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ മസാല ദോശ അൺബോക്സ് ചെയ്യുന്ന ടൈമാണ്. ഈ ഒരു മസാല ദോശ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സാധാരണ അച്ഛൻ ആര്യാസിൽ നിന്നാണ് മസാല ദോശ വാങ്ങിക്കുന്നത്. ഇത് പക്ഷേ വേറെ ഏതോ ഒരു കടയിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. പാഴ്സലൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോകാറുള്ളതായിരിക്കുമല്ലോ സാധാരണ, പക്ഷേ ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ അതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് സാമ്പാറിൽ മുക്കി ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന ടൈമാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആരും കൊതി വിടരുത്. എല്ലാവരും ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കുക. ഞാൻ അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടനും നാത്തൂനും അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അവരോട് കാര്യമൊക്കെ പറഞ്ഞാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാൻ പോവുകയാണ്. ഇപ്പോഴും കൊതി വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.